ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഇറച്ചിപ്പത്തിരി ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ബീഫ് കുറച്ച് ബീഫ് ഞാൻ നല്ലോണം കഴുകി, എല്ലില്ലാത്ത കഷ്ണം നല്ലോണം കഴുകി ഒരു പാത്രത്തിലിട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു. ഇത് അത് നമ്മൾ മാവൊക്കെ കുഴച്ച് പരത്തി ചുട്ടിട്ടാണ്. ഇത് നമ്മൾ ദോശയാക്കിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 വെല്ലുള്ളിയും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്, 2 എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ നല്ലോണം ഞാൻ ചെറുതാക്കിയിട്ട് എരിഞ്ഞു, പച്ചമുളക് എരിഞ്ഞു. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അധികം മൂക്കണമെന്നില്ല, ഒരു നല്ലോണം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനതിന് മുന്നേ ചട്ടിപ്പത്തിരി, അതായത് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു നേരത്തെ. മസാലയൊക്കെ മൈദ മാവ് കുഴച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ദോശയാക്കിയിട്ട് കലക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം വഴന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്തു. ഇനി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ബീഫൊക്കെ നല്ലോണം വെന്ത് ഞാൻ ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഗരം മസാല, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, മല്ലിപ്പൊടി എന്നിവ ഇട്ടത്. ഇപ്പോൾ ബീഫ് നല്ലോണം വന്ന് ഞാനിങ്ങനെ മുറിച്ചിട്ടതാണ്. അതിലേക്ക് ചെറുതാക്കി പിച്ചിട്ടതാണ് കേട്ടോ. അതിലേക്ക് ഇട്ടെടുത്ത് നല്ലോണം ഒന്നുകൂടി നമുക്കിത് മാറ്റി വെക്കാം. അതിൻ്റെ കൂട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് 4 എഗ്ഗ് പൊട്ടിച്ചൊരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം സ്പൂണോ സ്പാച്ചിലോ എന്തോന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് വിസ്കോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പാൽ ഒഴിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചെടുത്തിട്ടോ. സാധാ തണുത്ത പാലാണ് ഇത്. നല്ലോണം നമുക്കിത് ഞാനൊരു സ്പൂണാണ് എടുക്കുന്നത്. നല്ലോണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. ഞാനത് മിക്സിൻ്റെ ജാർ എടുത്തു. അതിലേക്ക് ഈ ഒരു കപ്പിന് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒരു എഗ്ഗും പൊട്ടിച്ച് വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പൊടി എടുത്തതിന് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതേ കണക്കിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം അയച്ച് ഞാൻ നല്ലോണം അരച്ചത് ഒരു ഫ്ലവറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വേണ്ടത്. ഇതിനേക്കാൾ ലൂസും ആവരുത്, ഇതിനേക്കാൾ ടൈറ്റും ആവരുത്. ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ പാന് നല്ലോണം ചൂടാവരുത് കേട്ടോ. ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫസ്റ്റത്തെ കോരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ചൂടാവാതെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഒട്ടി പിടിക്കും. അപ്പോൾ ഫസ്റ്റത്തെ മാവ് ഞാൻ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തു. ലോ ഫ്ലെയിം കൂട്ടുകയേ ചെയ്യരുത്. ആ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഒഴിച്ചെടുത്തു. സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല സോഫ്റ്റ് ചട്ടിപ്പത്തിരി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതേമാതിരി തന്നെ ഫ്ലെയിം കൂട്ടുകയേ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ചൂടിലാണ് നമുക്കിത് വേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഒഴിച്ചെടുക്കാം അതേമാതിരി തന്നെ. അപ്പം നമുക്ക് അതേമാതിരി തന്നെ എല്ലാ മാവും ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അതേമാതിരി എല്ലാം നമ്മൾ ചുട്ടെടുക്കാം. അത് ആ സമയം കൊണ്ട് നമുക്ക് ഏത് ട്രേയിലാണോ, നിങ്ങൾ ഏത് പാനിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്, ആ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുത്തു കണ്ടോ. എല്ലാ ദോശയും ചുട്ടെടുത്തു. ഇനി നമുക്കിത് ഫില്ലിങ് ആക്കാം. അപ്പം നേരത്തെ നമ്മൾ കുരുമുളക് പൊടി മുട്ടയും പാലും അരച്ച് വെച്ചതാണ് കേട്ടോ. അതിലേക്ക്
ഓരോ ദോശ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല റൗണ്ട് കറക്റ്റിനാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം, ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്സ് ഉണ്ടല്ലോ, മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2 എഗ്ഗ് പുഴുങ്ങിയിരുന്നു, അത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമാണ് എടുത്തത്. ഇനി നമുക്ക് വീണ്ടും അങ്ങനെ തന്നെ അടുത്ത മാവ് ഇതേമാതിരി തന്നെ മുട്ടയിലേക്ക് മുക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ രണ്ടാമത്തെ ദോശ ഞാൻ എടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലോണം 2 ഭാഗം മുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് ഫില്ലിങ്സ് അതിലിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഇത്. ഇനി നമുക്ക് വീണ്ടും ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് എഗ്ഗിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതേമാതിരി തന്നെ റിപ്പീറ്റ് അടുത്ത മാവ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മാവ് തീരുന്നവരെ. അപ്പോൾ ഇതാ എഗ്ഗ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ള് റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ഇതാ ഫുള്ള് ഞാൻ സെറ്റാക്കി, കണ്ടില്ലേ, ഫുള്ള് റെഡിയാക്കി. ഇനി നമുക്ക് മുട്ടൻ്റെ ബാലൻസ് വരുന്നുണ്ട്, അത് നമുക്ക് സൈഡിലൂടെ അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതേമാതിരി ഞാൻ ഒഴിക്കുന്ന മാതിരി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ സമയം കൊണ്ട് ഞാൻ പഴയ പാന് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ചൂടാവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് കയറ്റി വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്ന പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ കയറ്റി വെച്ചു. ഇനി ഇതാ അടുപ്പ് അടച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായത്. നിങ്ങൾക്കൊരു ഓർഡറിൻ്റെ ഇതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയിലേക്കും ബൈ.